മാർപ്പാപ്പയുടെ തീരുമാനങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ച് ദൈവജനത്തെ വിഭാഗീയതയിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾ വേദനാജനകമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി. നാളെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വായിക്കുവാൻ തയ്യാറാക്കിയ സർക്കുലറിലാണ് ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത്. സഭാവിശ്വാസികൾ എല്ലാവരും വിഭാഗീയതകൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ഒരു വിധത്തിലും സഭാവിരുദ്ധ പ്രവർത്തനങ്ങളോട് സഭാമക്കളായ ആരും സഹകരിക്കുകയോ അവയെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യരുതെന്നും കർദിനാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ വായിക്കുന്നതിനായി പുറത്തിറക്കിയ സർക്കുലറിലാണ് വിവിധ വിഷയങ്ങളിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി വിശദീകരണം നൽകിയിരിക്കുന്നത്. ഭൂമി വിൽപ്പനയിലൂടെ അതിരൂപതയ്ക്ക് നഷ്ടമുണ്ടാക്കുന്ന ഒരു നടപടിയും തന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. സഭയിൽ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നവരെ വിശ്വാസികൾ തിരിച്ചറിയണം. അവരോട് യാതൊരു കാരണവശാലും സഹകരിക്കരുത്. സഹായമെത്രാന്മാരായ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ എടയന്ത്രത്തിനെയും മാർ ജോസ് പുത്തൻവീട്ടിലിനെയും ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയത് വത്തിക്കാന്റെ തീരുമാനപ്രകാരമാണ്. മാർപ്പാപ്പയ്ക്ക് വിവിധയിടങ്ങളിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടിന്റെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് വത്തിക്കാൻ നടപടിയെടുത്തത്. അതിരൂപതയുടെ പ്രവർത്തനത്തിന് പുതിയ മെത്രാനെ വൈകാതെ നിയമിക്കാനാകുമെന്നും സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം കർദിനാളിനെതിരായ വ്യാജരേഖ കേസിൽ കൂടുതൽ പേർക്കെതിരായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. വ്യാജ ബാങ്ക് അക്കൗണ്ട് രേഖകൾ ഉണ്ടാക്കാൻ പ്രതി ആദിത്യനെ സഹായിച്ച വിഷ്ണു റോയിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് വിവരങ്ങൾ കിട്ടിയത്. തൃക്കാക്കരയിലെ വീട്ടിൽ വെച്ചാണ് കർദിനാളിന്റെ പേരിൽ ICIC, ആക്സിസ് ബാങ്കുകളുടെ വ്യാജ അക്കൗണ്ട് രേഖകൾ ഉണ്ടാക്കിയതെന്നാണ് വിഷ്ണു റോയിയുടെ മൊഴി. ഷെക്കേന ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഷെക്കേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബട്ടണിൽ വിരലമർത്തുക.